സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വായന എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് 100% സത്യസന്ധതയുള്ള വ്യക്തിയായിരുന്നു, 100% ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വായനയുടെ തലക്കെട്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങൾക്കായി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വിളിക്കേണ്ട ആവശ്യമില്ല. മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. നമുക്കിവിടെ ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് പോലും ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് 100% ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വായനയുടെ വിഷയം. നമുക്ക് ഇത്രയും സന്ദേശങ്ങളാണ്, കുറച്ചധികം സന്ദേശങ്ങൾ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദയനീയമായിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെയും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളാണെങ്കിലും ജീവിതത്തിൽ അമിതമായി വിഷമിച്ചു കൊണ്ടിരുന്ന സമയത്തും പ്രതീക്ഷകൾ കൈവിട്ടു. ഇനിയൊരു ജീവിതമില്ല, ഇനി നന്നായി ജീവിക്കാൻ സാധിക്കില്ല, ജീവിതം മുഴുവനും പരാജയമാണ്, വിഷമങ്ങളാണ്, തടസ്സങ്ങളാണ്. അത്തരത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഈ വ്യക്തിയുടെ കടന്നുവരവ്. ഈ വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിൽ പോലും വളരെയധികം മോശപ്പെട്ട ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ഈ വ്യക്തിക്ക് ജീവിതം മടുത്തിരിക്കുന്ന ഒരു സമയത്തിലാണ് നിങ്ങളുടെയും അപ്രതീക്ഷിതമായ വരവ്. ഈ വ്യക്തി ഇതിനു മുമ്പ്, അതായത് നിങ്ങളുമായി പ്രണയബന്ധത്തിലാവുന്നതിന് മുൻപ് ഒരുപാട് തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ ഒരു സമാധാനപരമായിട്ടുള്ള പ്രണയബന്ധം, അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള സ്നേഹമുള്ള ഒരു പ്രണയബന്ധം ഈ വ്യക്തിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രണയബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സമാധാനമോ സന്തോഷമോ സംതൃപ്തിയോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വരവോട് കൂടിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇരുട്ടുമാറി വെളിച്ചം വന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഏതോ ഒരു നിമിഷത്തിൽ ഈ വ്യക്തിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കുകയാണ്, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിയുടെ പിന്നാലെ ഒരു അഭയാർത്ഥിയെ പോലെ നടക്കുകയാണ് എന്നുള്ള ഒരു തെറ്റായ തോന്നൽ ഈ വ്യക്തിക്ക് വന്നു. ചിലപ്പോൾ നിങ്ങളുടെ കടന്നുവരവോടുകൂടി ഈ വ്യക്തിയുടെ ജീവിതം കുറച്ചും കൂടെ പച്ച പിടിച്ചിട്ടുണ്ടാകാം. പലതരത്തിലുള്ള ഭാഗ്യ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ഈ വ്യക്തിയെ തേടി വന്നിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് കുറച്ചധികം അഹങ്കാരവും അഹംഭാവവും ഒക്കെ വന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില രീതിയിലുള്ള ഈ വ്യക്തിയുടെ പെരുമാറ്റമോ സംസാര രീതിയോ അല്ലെങ്കിൽ കാഴ്ചപ്പാടോ മുഴുവനുമായി മാറിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഐശ്വര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടിയാണ് ഈ വ്യക്തിയുടെ ജീവിതം പച്ച പിടിച്ചത് എന്നുള്ള ആ ഒരു വിശ്വാസം ഈ വ്യക്തി മാറ്റിയെടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത്, ഇതെൻ്റെ മിടുക്കുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നതാണ്,
എനിക്ക് യോഗമുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ള രീതിയിലേക്കായി ഈ വ്യക്തിയുടെ ചിന്താഗതി. അത് തികച്ചും വന്ന വഴി മറന്നു പോയതിന് തുല്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കാര്യം കഴിഞ്ഞപ്പോൾ കൈമലർത്തുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ സവിശേഷത. അപ്പോൾ ഈ വ്യക്തി വിജയത്തിലേക്ക് എത്താനും ഉയർച്ചയിലേക്ക് എത്താനും വേണ്ടിയിട്ട് നിങ്ങൾ പലതരത്തിലും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. നല്ല രീതിയിൽ സ്നേഹത്തോടെ സ്നേഹിച്ചായിരിക്കാം നിങ്ങൾ അത്രയും ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അത്രയും ആത്മാർത്ഥതയോട് കൂടിയായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ നോക്കിയിട്ടുണ്ടാവുന്നത്. അത്രയും വാത്സല്യവും സ്നേഹവും പരിഗണനയും കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ നോക്കിയിരുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിത വിജയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക മാറ്റങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഈ വ്യക്തി ചിലപ്പോൾ വളരെ സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കാം. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു മോശപ്പെട്ട സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കഷ്ടകാലം വന്ന് കയറി. ഈ വ്യക്തിക്ക് അർഹിക്കേണ്ട പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചില്ല. ഈ വ്യക്തി പരാജയത്തിലേക്ക് പോയി. പക്ഷെ അവിടെ നിന്നുകൊണ്ട് കൈ പിടിച്ചുയർത്തുവാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തി ഏതോ ഒരു സമയത്ത് മറന്നു പോയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്കായപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് 4 ഓഫ് സോർട്സ് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളോട് സ്നേഹബന്ധത്തിലായിരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 6-7 മാസത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അപ്പോഴും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ മുൻ കാമുകനോ കാമുകിയോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി അതൊന്നും ചെവിക്കൊള്ളാതെ അതിലേക്കൊന്നും പോകാതെ നിങ്ങളിലേക്ക് തന്നെ 100% ആത്മാർത്ഥതയോടുകൂടി വന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം വരാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തി വന്ന വഴി മറന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ചിലപ്പോൾ ഈ വ്യക്തിക്ക് നല്ലൊരു ജോലി ലഭിച്ചിട്ടുണ്ടാകണം. ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ഈ വ്യക്തി സ്നേഹത്തിലായി പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടാകണം. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ വന്നു കയറിയപ്പോൾ ഇനി എനിക്ക് എന്തും ചെയ്യാം, എന്തും കാണിക്കാം, എന്തും പറയാം, എനിക്ക് നല്ല സമയമായി എന്നുള്ള ഒരു അമിതമായിട്ടുള്ള വിശ്വാസം, അഹങ്കാരം ഈ വ്യക്തിക്ക് വന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു ചിന്താഗതിയിൽ എപ്പോഴൊക്കെയോ നിങ്ങളെയും മറന്നുപോയി. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഖേദിക്കുന്നു. കാരണം ഈ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിലേക്കായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യക്തി വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം. തേർഡ് പാർട്ടിയിൽ നിന്നും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ചതിവുകളോ മോശപ്പെട്ട പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടാകണം. ഈ വ്യക്തിയെ നല്ല രീതിയിൽ പണി കൊടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ള ചിന്തയിലാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഊർജം കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് കൂടുതലും ഊർജം ഉള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ഊർജം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് അനാവശ്യമായി തേർഡ് പാർട്ടി ഈ വ്യക്തിയെ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. അത് പല രീതിയിലുമാവാം. സാമ്പത്തികപരമായിട്ടാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിന് വിജയം വരുന്ന രീതിയിൽ എന്തെങ്കിലും ആകാം. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉയർച്ച ലഭിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ പല കാര്യങ്ങളിലും ഈ വ്യക്തിയെ ഉപയോഗിച്ചു. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ചവിട്ടുകൊട്ടയിലേക്ക് ഇട്ടു. പക്ഷെ നിങ്ങൾ ആ ചവിട്ടുകൊട്ടയിൽ നിന്നും അല്ലെങ്കിൽ ആ ഇരുട്ടേറിയ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെയാണ് സത്യം. അത് ഈ വ്യക്തിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല.
അതുകൊണ്ട് ഇപ്പോൾ തോറ്റു പോയിരിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ്. അത് ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. എന്തിൻ്റെ മുന്നിലാണ് തോറ്റുപോയിരിക്കുന്നത്? യഥാർത്ഥ സ്നേഹത്തിൻ്റെ മുന്നിൽ. അപ്പോൾ നമ്മുടെ വായനയുടെ തലക്കെട്ട് ഇതായിരുന്നു. നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തി 100% സത്യസന്ധത അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആയിരുന്നു. പക്ഷേ ഒരു മധ്യകാലത്തെത്തിയപ്പോൾ എവിടേക്കോ ഈ വ്യക്തി വ്യതിചലിച്ചു പോയി അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ആദ്യമേ നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വന്നത് നിങ്ങളെ പറ്റിക്കാനോ അല്ലെങ്കിൽ മോശക്കേടുകൾ തരാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. കാരണം ഈ വ്യക്തിയുടെ ആയാലും നിങ്ങളുടെ ആയാലും അവസ്ഥ അത്രയും മോശമായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥയേക്കാൾ മോശമായിരുന്നു ഈ വ്യക്തിയുടെ അവസ്ഥ. അപ്പോൾ അത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഊർജം കൊടുത്ത് ഈ വ്യക്തിയെ മുന്നോട്ട് കൈപിടിച്ചുയർത്തിയത് നിങ്ങളാണ്. ആ ഒരു സത്യം ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന യൂണിവേഴ്സിന്റെ സന്ദേശം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.